ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല കിടിലൻ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് ഷോർട്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സ് കണ്ടന്റ് ഇപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി മുതൽ ഷോർട്സ് കൂടുതലായിട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ യൂട്യൂബ് ഷോർട്സിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലം എന്താണ്? അതിൽ ഷോർട്സ് ഫീഡിൽ കയറി കഴിഞ്ഞാലാണ് വ്യൂസ് വരിക. അപ്പൊ നമ്മൾ ഒരുപാട് ഷോർട്സ് ചെയ്യുന്നുണ്ടായിരിക്കും, അപ്പൊ പല ഷോർട്സിനും വ്യൂസ് വരുന്നുണ്ടാവില്ല. നമുക്കറിയാം, ഷോർട്സ് ഫീഡിൽ അങ്ങ് വൈറലായി കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് വരാറുണ്ട്. അപ്പൊ ഇതിന് കിടിലൻ ഒരു റെമഡി യൂട്യൂബ് കൊണ്ടുവരികയാണ്. അതായത് ഇനി മുതൽ യൂട്യൂബ് ഷോർട്സ് നമുക്ക് സെർച്ച് റിസൾട്ടിൽ വരും. സെർച്ച് റിസൾട്ടിൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡ് രൂപത്തിൽ കുറെ ഷോർട്സുകൾ ഇങ്ങനെ ഓർഡറിൽ കാണിക്കും. അപ്പൊ നമുക്ക് വ്യൂസ് അവിടെ കൂടാൻ ചാൻസ് ഉണ്ട്. വ്യൂസ് കൂടാൻ ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഫീഡ് നമ്മളൊരു ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ പലരും പറയുന്ന പരാതി അത് ഷോർട്സ് ഫീഡിലേക്ക് കയറുന്നില്ല, പിന്നെ വ്യൂസ് കിട്ടുന്നില്ല, സ്റ്റക്ക് ആകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇനി മുതൽ യൂട്യൂബ് സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവരികയാണ്. സെർച്ച് റിസൾട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിറ്റ്? നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ വീണ്ടും റണ്ണായി തുടങ്ങും. അപ്പോൾ ഷോർട്സ് ആയാലും ലോങ് ആയാലും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ വരുന്ന ഒരു പാത്താണത്. അപ്പൊ ഈ യൂട്യൂബിന്റെ ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് പറയാം. പക്ഷെ നിങ്ങൾ പഴയ രീതിയിലാണ് ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ പണ്ട് വീഡിയോ ചെയ്യുമ്പോൾ, ഷോർട്സ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ പ്രോപ്പറായിട്ട് തംബ്നെയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്സ് ഫീഡിൽ അങ്ങ് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂസ് വരും. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ എത്രത്തോളം തംബ്നെയിൽ അട്രാക്റ്റീവ് ആക്കണം, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കണം എന്ന് പറയുമ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ അങ്ങനെ കൊടുത്താലും അതൊന്നും ചെയ്യാതെ വെറും ഡേറ്റ് ഇട്ടിട്ട് അപ്ലോഡ് ആയിട്ടുള്ള ഷോർട്സിന് പോലും വ്യൂസ് വരുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ കിട്ടും ഷോർട്സ് ഫീഡിലൂടെ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ സെർച്ച് റിസൾട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് പോളിസികളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മൾ ഏത് തരം കണ്ടന്റ് ചെയ്യുന്നു, ആളുകൾ എങ്ങനെ സെർച്ച് ചെയ്യുന്നു, ഇതൊക്കെ മാച്ചിങ്ങിൽ വരണം നമുക്കറിയാം. അതുപോലെ നമ്മൾ ആ ഒരു ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്തത്, അതിനനുസരിച്ച് റെലവൻസി ഒക്കെ നോക്കിയിട്ടാണ് സെർച്ച് റിസൾട്ടിൽ വരിക. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മളൊരു വീഡിയോ, ഇപ്പൊ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ സെർച്ചിങ്ങിൽ വരണം എന്നുണ്ടെങ്കിൽ, സെർച്ച് റിസൾട്ടിൽ വന്നാൽ അത് ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു തംബ്നെയിൽ. കാരണം എൻ്റെ വീഡിയോ മാത്രമല്ല സെർച്ച് റിസൾട്ടിൽ വരിക, വേറെയും ആളുകളുടെ അത് ഉണ്ടായിരിക്കും. അതിൽ എനിക്ക് ക്ലിക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റിൽ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി മുതൽ നിങ്ങൾ ഷോർട്സ് കണ്ടന്റ് ചെയ്യുമ്പോൾ, ഇതുവരെയുള്ളത് നിങ്ങൾ വിട്ടേക്ക്, ഇനി മുതൽ നിങ്ങൾ ചെയ്യുമ്പോൾ തംബ്നെയിൽ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴോ എഡിറ്റ് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ തംബ്നെയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊരു ഫ്രെയിം ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, അപ്പൊ തംബ്നെയിൽ സെറ്റായി. ഇനി എന്താണ്, നമുക്ക് സെർച്ച് റിസൾട്ടിൽ ഈ വീഡിയോ വരണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. കാരണം അപ്പൊ നിങ്ങൾക്ക് വ്യൂസ് വന്നില്ല എങ്കിൽ കൂടിയും ഇതുപോലെ സെർച്ചിങ്ങിലൂടെ വ്യൂസ് വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല, അതിന് നല്ല റവന്യൂ കിട്ടും. മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ റവന്യൂ ഡബിൾ ആവാനുള്ള ചാൻസ് അവിടെ കൂടുകയാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇതുവരെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും തംബ്നെയിലൊക്കെ കൊടുത്തിട്ടും വ്യൂസ് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിലും, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇനി എന്നും അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. നിങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. കാരണം പിന്നീട് യൂട്യൂബിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്കിത് മിസ്സാവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, യൂട്യൂബിൽ ഓട്ടോമാറ്റിക് ടാഗും കാര്യങ്ങളും ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ യൂട്യൂബിൽ നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ട് SEO ചെയ്തിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്കത് യൂസ്ഫുൾ ആവും. എന്തെല്ലാം അപ്ഡേറ്റ് ആണ് AI ഉപയോഗിച്ച് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യൂട്യൂബ് എന്തെല്ലാം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് അതൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്ത് നമ്മൾ കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പൊ ഇതുപോലെയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് പിന്നീട് പോയിട്ട് റീ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ ഈ ഒരു അപ്ഡേറ്റ് വന്ന ശേഷം നല്ല നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് കുറച്ച് പണിയാണ്, അത്രയും ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഷോർട്സ് ചെയ്യുമ്പോഴും ലോങ് വീഡിയോ പോലെ തന്നെ നല്ല തംബ്നെയിൽ,
നല്ല ടൈറ്റിൽ, നല്ല ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യൂസ് സ്റ്റക്ക് ആകുന്നില്ല, വ്യൂസ് ഡൗൺ ആകുന്നില്ല. അങ്ങനെ ആയാൽ തന്നെ സെർച്ചിങ്ങിലൂടെ വന്ന് വീണ്ടും ആ ഒരു വീഡിയോ റൺ ആകുന്നതാണ്, റവന്യൂ കൂടുന്നതാണ്. അപ്പോൾ ഷോർട്സിൽ വന്നിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ട്രാവൽ ഗൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക യൂട്യൂബിൽ. ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ശരിക്കും അത് വർക്കിംഗ് ആയിട്ടുണ്ട്. കുറച്ച് മുമ്പ് തന്നെ ഇതൊക്കെ ട്രയൽ റണ്ണിൽ തന്നെ ആയിരുന്നു. കാരണം സെർച്ചിങ്ങിൽ ആദ്യം തന്നെ ഷോർട്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെർച്ച് റിസൾട്ടിൽ ഇപ്പോൾ ഷോർട്സും വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് പറയുക, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെയൊക്കെ വീഡിയോ ഇതുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.